എല്ലാവിധ പെൻഷൻ അറിയിപ്പിലേക്കും സ്വാഗതം. മാർച്ച് മാസത്തിൽ ഇന്ന് മാർച്ച് 3-ാം തീയതി. അപ്പോൾ മാർച്ച് മാസത്തിലെ പെൻഷൻ മുമ്പായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് അറിവുകൾ ഷെയർ ചെയ്യുക. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷനാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. 62 ലക്ഷം വരുന്ന ജനങ്ങളുടെ കൈകളിൽ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. കൈകളിൽ വിതരണം സ്വീകരിക്കുന്ന ആളുകൾക്ക് ഈ ആഴ്ചയോടുകൂടി വിതരണം പൂർത്തിയാകും. അക്കൗണ്ടിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആൾക്കാർക്ക് പല തരത്തിലാണ് തുക ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിധവ, വികലാംഗ, പിന്നെ വാർഷികകാല പെൻഷൻ എന്നിങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതങ്ങളെ കൈപ്പറ്റുന്ന ആൾക്കാർക്ക് 500 മുതൽ 300 വരെ കുറവ് വരും. അക്കൗണ്ടിൽ ആധാറായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലാണ് പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം ഈ തുക എത്തിച്ചേരുക. ഈ മാസം 6-ാം തീയതി വരെ പെൻഷൻ വിതരണം ഉണ്ടാകും. മാർച്ച് മാസം 1-ാം തീയതി മുതൽ കർശന നടപടികളൊക്കെ ആയിട്ട് ധനവകുപ്പ് രംഗത്ത് വന്നിരിക്കുകയാണ്. അർഹതയുള്ളവർക്ക് മാത്രമാണ് ഈ ക്ഷേമ പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇല്ലെങ്കിൽ പലിശ അടക്കം നിങ്ങൾ ചിലപ്പോൾ തിരിച്ചടയ്ക്കേണ്ടി വന്നേക്കാമെന്നല്ല വരും. സാഹചര്യത്തിൽ നമ്മുടെ വീടുകളിൽ ഭൗതിക സാഹചര്യങ്ങൾ വിലയിരുത്താൻ ഇപ്പോൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് തുകയുടെ വിതരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കൈകളിൽ വാങ്ങുന്ന ആളുകളുടെ അവർ നിങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ടായിരിക്കും പോകുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഈ പെൻഷൻ അർഹതയുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സാഹചര്യങ്ങൾ സർക്കാർ വിലയിരുത്തുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പെൻഷൻ ചിലപ്പോൾ റദ്ദാക്കുന്ന സാഹചര്യം വരെ വന്നേക്കാം. അതുതന്നെയല്ല, നിങ്ങൾ എത്ര കാലമാണോ ഇതുവരെ അർഹതയില്ലാതെ പെൻഷൻ വാങ്ങിയത് അത് പലിശ അടക്കം തിരിച്ചടയ്ക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയേക്കാം. പെൻഷൻ നൽകാൻ വരുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ വീടുകളിൽ 1-2 വാഹനങ്ങൾ ഒക്കെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ നടപടികളൊക്കെ സ്വീകരിച്ചേക്കാം, നേരിടേണ്ടി വന്നേക്കാം. ഇതൊക്കെ സാഹചര്യത്തിലാണ് വീട് കയറി അന്വേഷണമൊക്കെ. ബാങ്ക് അക്കൗണ്ടിൽ പണം സ്വീകരിക്കുന്ന ആളുകളുടെ വീടിൽ കയറി പഞ്ചായത്ത് മുൻനിർത്തി അന്വേഷണമൊക്കെ വരുന്നത്. താലൂക്ക് തലത്തിലൊക്കെ നിങ്ങൾക്ക് പെൻഷൻ അർഹതയുണ്ടോ എന്നൊക്കെ പരിശോധന വന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലും അന്വേഷണം വന്നേക്കാം. വാർഡ് മെമ്പർമാരൊക്കെ വന്ന് നിങ്ങളുടെ വീടുകൾ പരിശോധിക്കുന്ന സാഹചര്യമൊക്കെ ഒരു പക്ഷേ വന്നേക്കാം. അതുകൊണ്ട് ഈ കാരണങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. AC ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ AC ഒക്കെ ഉണ്ടെങ്കിൽ കർശന നടപടി സർക്കാർ സ്വീകരിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഫുള്ളായി കാണാൻ നിങ്ങളുടെ വീടുകളിൽ ആളുകൾ എത്തി പരിശോധന ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായി രേഖപ്പെടുത്തി അറിയിക്കുക. നന്ദി, നമസ്കാരം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാനും മറക്കരുത്. ഇമ്പോർട്ടൻ്റ് ന്യൂസാണ്.